കേരളത്തിൽ നിന്ന് ഓരോ വർഷവും ആയിരക്കണക്കിന് യുവാക്കളാണ് ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ട് വിദേശത്തേക്ക് പറക്കുന്നത്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, ഉയർന്ന ശമ്പളം, അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം എന്നിവയായിരുന്നു ഈ കുടിയേറ്റത്തിൻ്റെ പ്രധാന പ്രേരണാ ഘടകങ്ങൾ. എന്നാൽ ഈ മനോഹരമായ സ്വപ്നങ്ങൾക്ക് മുകളിൽ ഇപ്പോൾ കരിനിഴൽ വീണിരിക്കുകയാണ്. വിദേശത്ത് ഉപരിപഠനം പൂർത്തിയാക്കിയ 30,000-ലധികം മലയാളി വിദ്യാർത്ഥികൾ തൊഴിൽ വിസ ലഭിക്കാതെ അടുത്ത 2 വർഷത്തിനുള്ളിൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൗൺസിലിൻ്റെ റിപ്പോർട്ട് കേരളത്തിന് നൽകുന്നത് വലിയൊരു അപായ സൂചനയാണ്. കേവലം ഒരു തൊഴിൽ പ്രതിസന്ധി എന്നതിനേക്കാൾ കേരളത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ അടിത്തറയെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു സുനാമിയായി ഈ തിരിച്ചുവരവ് മാറാൻ സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമ്പത്തിക നയങ്ങളുമാണ് ഈ പ്രതിസന്ധിയുടെ മൂല കാരണം. ദശാബ്ദങ്ങളായി കുടിയേറ്റക്കാരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ തങ്ങളുടെ വിസ നിയമങ്ങൾ കടുപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാനഡയിൽ വർദ്ധിച്ചു വരുന്ന ഭവന പ്രതിസന്ധിയും ജീവിത ചെലവും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ അവിടുത്തെ സർക്കാരിനെ പ്രേരിപ്പിച്ചു. UK-യിലാകട്ടെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒപ്പം കൂട്ടുന്നതിനുള്ള അവകാശം നിർത്തലാക്കിയതും തൊഴിൽ വിസ ലഭിക്കുന്നതിന് ആവശ്യമായ ശമ്പള നിരക്ക് കുത്തനെ ഉയർത്തിയതും മലയാളി യുവാക്കൾക്ക് തിരിച്ചടിയായി. പഠനത്തിന് ശേഷം ലഭിക്കുന്ന സ്റ്റേ ബാക്ക് കാലാവധിക്കുള്ളിൽ ഒരു ജോലി കണ്ടെത്തുക എന്നത് ഇന്ന് ഈ രാജ്യങ്ങളിൽ വലിയൊരു വെല്ലുവിളിയാണ്. ആഗോളതലത്തിൽ അനുഭവപ്പെടുന്ന സാമ്പത്തിക മാന്ദ്യം കൂടിയായപ്പോൾ കമ്പനികൾ പുതിയ നിയമനങ്ങൾ കുറച്ചു. ഇതോടെ കഷ്ടപ്പെട്ട് പഠിച്ചിറങ്ങുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾ പോലും തൊഴിലില്ലാതെ വലയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഈ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അവരെടുത്ത വലിയ തുകയുടെ വിദ്യാഭ്യാസ വായ്പകളാണ്. 15 ലക്ഷം മുതൽ 45 ലക്ഷം രൂപ വരെ കടമെടുത്താണ് ഭൂരിഭാഗം പേരും വിദേശത്തേക്ക് പോകുന്നത്. തങ്ങളുടെ വീടോ പുരയിടമോ ബാങ്കുകളിൽ പണയം വെച്ചാണ് പല മാതാപിതാക്കളും ഈ തുക കണ്ടെത്തുന്നത്. വിദേശത്ത് ജോലി ലഭിച്ച് ആ കടം വീട്ടാമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു അവർ. എന്നാൽ ജോലി ലഭിക്കാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്നതോടെ ഈ കുടുംബങ്ങൾ വലിയൊരു കടക്കെണിയിലേക്ക് വീഴും. തിരിച്ചടവ് മുടങ്ങുന്നതോടെ ബാങ്കുകൾ ജപ്തി നടപടികളിലേക്ക് നീങ്ങുന്നത് കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും കുടുംബ ഭദ്രതയെയും ഗുരുതരമായി ബാധിക്കും. ഇത് കേവലം ഒരു സാമ്പത്തിക പ്രശ്നമല്ല, മറിച്ച് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. തങ്ങളുടെ മക്കൾ വിദേശത്ത് വലിയ നിലയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മാതാപിതാക്കൾക്ക് ഈ തകർച്ച താങ്ങാവുന്നതിലും അധികമായിരിക്കും. തിരിച്ചെത്തുന്ന യുവാക്കൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം മറ്റൊരു വലിയ വിപത്താണ്. വിദേശത്ത് പോയി പരാജയപ്പെട്ട് മടങ്ങി വരുന്നു എന്ന തോന്നൽ ഇവരിലുണ്ടാക്കുന്ന അപകർഷതാ ബോധം ചെറുതൊന്നുമായിരിക്കില്ല. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പരിഹാസവും ചോദ്യങ്ങളും ഭയന്ന് പലരും കടുത്ത വിഷാദ രോഗത്തിലേക്ക് വീഴാൻ സാധ്യതയേറെയുണ്ടെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് യുവാക്കൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം. കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നതിനും വിവാഹ ബന്ധങ്ങൾ തകരുന്നതിനും ഈ സാഹചര്യം വഴിവെക്കുന്നു. ഈ സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലർ തിരഞ്ഞെടുക്കുന്ന അപകടകരമായ വഴികൾ അതിലും ഭയാനകമാണ്. വിദേശത്ത് എങ്ങനെയെങ്കിലും തുടരാനായി നടത്തുന്ന വ്യാജ വിവാഹങ്ങൾ, വീണ്ടും വലിയ തുക കടമെടുത്ത് നിലവാരമില്ലാത്ത കോഴ്സുകൾക്ക് ചേർന്ന് വിസ കാലാവധി നീട്ടൽ, നിയമവിരുദ്ധമായി ജോലി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എന്നിവ പലരെയും വലിയ ചതിക്കുഴികളിൽ എത്തിക്കുകയാണ്. ലക്ഷങ്ങൾ നൽകി വ്യാജ തൊഴിൽ വിസകൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് സംഘങ്ങളുടെ ഇരകളാകാനും സാധ്യതയുണ്ട്. കേരള മൈഗ്രേഷൻ സർവേ 2023 പ്രകാരം ഏകദേശം 2.5 ലക്ഷം വിദ്യാർത്ഥികൾ പുറത്തുണ്ടെങ്കിലും ഇവരിൽ എത്ര പേർ തിരികെ വരും എന്നതിനെക്കുറിച്ച് സർക്കാരിൻ്റെ പക്കൽ കൃത്യമായ വിവരങ്ങളില്ല എന്നത് ആശങ്കാജനകമാണ്. വിദേശത്ത് നിന്ന് മടങ്ങുന്ന പ്രവാസികളെ സഹായിക്കാൻ നോർക്ക പോലെയുള്ള സംവിധാനങ്ങളുണ്ടെങ്കിലും പഠനം കഴിഞ്ഞ് തൊഴിലില്ലാതെ മടങ്ങുന്ന യുവാക്കളുടെ കാര്യത്തിൽ പ്രത്യേക പുനരധിവാസ പദ്ധതികളൊന്നും നിലവിലില്ല. കേരളത്തിലെ നിലവിലെ തൊഴിൽ വിപണിക്ക് ഇത്രയധികം യുവാക്കളെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയ ഈ യുവാക്കളുടെ കഴിവും നൈപുണ്യവും കേരളത്തിൻ്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ അടിയന്തരമായ ഇടപെടലുകൾ ആവശ്യമാണ്. തിരിച്ചെത്തുന്ന യുവാക്കളുടെ കഴിവുകൾക്കനുസരിച്ചുള്ള തൊഴിൽ അവസരങ്ങൾ നാട്ടിൽ സൃഷ്ടിക്കപ്പെടണം. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനും സംരംഭകത്വത്തിനും ആവശ്യമായ സാമ്പത്തിക സഹായവും മാർഗനിർദ്ദേശങ്ങളും നൽകാൻ പ്രത്യേക പാക്കേജുകൾ ആവിഷ്കരിക്കണം. അവരുടെ വിദ്യാഭ്യാസ വായ്പകൾ പുനഃക്രമീകരിക്കുന്നതിനും ബാങ്ക് പലിശകളിൽ ഇളവ് നൽകുന്നതിനും സർക്കാരും ബാങ്കിംഗ് മേഖലയും ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. കൂടാതെ നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകാൻ പ്രാദേശിക തലത്തിൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ മുന്നണികൾക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ട് ഗൗരവമായി പരിഗണിക്കപ്പെടണം. വരാനിരിക്കുന്ന ഒരു വലിയ സാമൂഹിക തകർച്ചയെ തടയാൻ ഇപ്പോഴേ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കേരളം വലിയൊരു വില നൽകേണ്ടി വരും. സ്വപ്നങ്ങളുടെ ചിറകിലേറി പറന്ന നമ്മുടെ യുവത്വം നിരാശയുടെ പടുകുഴിയിൽ വീഴാതെ കാക്കേണ്ടത് സമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഒരേപോലെയുള്ള ഉത്തരവാദിത്തമാണ്. ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ ഇവരുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള അറിവുകളെയും അനുഭവങ്ങളെയും എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ക്രിയാത്മകമായ ചർച്ചകൾ ഉടൻ ആരംഭിക്കേണ്ടിയിരിക്കുന്നു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.